ഹലോ ഗെയ്സ്, അങ്ങനെ നീണ്ട ഹോസ്പിറ്റൽ വാസവും അതും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി വന്നു. ഇങ്ങോട്ടായി പെരുന്നാളായി എല്ലാം കഴിഞ്ഞ് ഇതാ ഇപ്പം ഇന്ന് നാട്ടിൽ പോകാനായിട്ടിരുന്നല്ല, കുറേ ദിവസമായിട്ട് നാട്ടിൽ പോകാനായിട്ടിരിക്കുന്നു. നാട്ടിൽ പോക്ക് നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ മഴയ്ക്ക് മുമ്പ് ആ വീട്ടിൻ്റെ പണി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ മാരത്തോൺ ഇതാണ് എന്താ പറയുക, 2 പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു. ഇപ്പം 2014 കഴിഞ്ഞ് 12 വർഷമായി. അതങ്ങനെ ഒരു 5% കൂടെ ബാക്കിയുള്ളൂ. പക്ഷേ അത് അങ്ങനെ നമ്മളിതാ അയ്യോ വയ്യ, ഇതാ എൻ്റെ സ്പെക്സ് അവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ വയ്യ, വയറുവേദന എൻ്റെ വയ്യ, ഭയങ്കര വയറുവേദന. ഒരു ഓളക്കണ്ണ് ഉറങ്ങിയിട്ടില്ല വയറുവേദന കാരണം. എത്ര ദിവസമായി ഉറക്കമെന്ന് പറഞ്ഞ സാധനമില്ല. എവള് വന്നാണ് ഉറക്കം കളഞ്ഞത്. ശ്വാസം മുട്ടണേന്ന് പറഞ്ഞ് വിളിച്ച് എവള് വന്നാണ് ആദ്യം ഇതായത്. പിന്നെ ഇങ്ങനെ അവളുടെ ഓരോരോ വിഷയങ്ങൾ അവളുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ കഞ്ഞിവെള്ളത്തിൽ വീണ എലിയെ പോയല്ലോ ഇങ്ങനെ ഇരിക്കണേ. വയ്യ ഓ എടുത്ത സർട്ടിഫിക്കറ്റ് വല്ലതും എടുത്ത. പൊന്നുവിൻ്റെ ആധാർ ബാങ്കിൽ പോകണം. 3 മാസത്തിന് വേണ്ടിയിട്ട് വെച്ച ആ ബാങ്കിനെടുക്ക് ഗോൾഡിൻ്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പം പണയം വെച്ചും ഗോൾഡ് ലോൺ വെച്ചൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കിയിരുന്നാൽ ഇത് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് തള്ളിയാണ് ഇതാക്കിയത്. 3 മാസം കൊണ്ട് എടുക്കുമെന്നുള്ളത് തറയെ തള്ളിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ആ ബാഗിനെടുക്ക്. അപ്പം ഇനിയിപ്പം അത് കഴിഞ്ഞ ശേഷം എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പേരിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും സർനെയിമിൻ്റെ എവിടെയെങ്കിലും ഒരു അക്ഷരമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിരുത്തണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതല്ലേ ഇതിൻ്റെ ഡോക്യുമെന്റ്സ്, പിന്നീട് അതിനെ ദുഃഖിക്കേണ്ടി വരും. ഇതുപോലെ കൊണ്ട് നടക്കേണ്ടി വരും, ഇതേപോലെ കൊണ്ട് ഓടേണ്ടി വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്നിപ്പോൾ അക്ഷയയിൽ പോകണം. എവളുള്ളപ്പോൾ ഞാനില്ല, ഞാനുള്ളപ്പോൾ എവളില്ല. രണ്ടുപേരും ഉള്ളപ്പോൾ സർട്ടിഫിക്കറ്റ് നാട്ടിലായിരിക്കും. ഇതായിരുന്നു ഇത്രയും നാളും. എല്ലാ കേസ് നമ്മ പോയിട്ട് വരാം. അപ്പോൾ ഗെയ്സ് നമ്മൾ പോവുകയാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ഞാനിത് മറക്കലാണ് ഈ സാധനം. ഞാൻ ഇവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇൻഡാസുകളും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. കൂടുതലൊന്നുമില്ല. ഒരു 12,30,000, ഒരു 10,75,000, ഒരു 16,90,000. അത് വെച്ച സമയത്തായിരുന്നു. ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഒരു 10, 40, 45, 50 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യുക, ഇത്രയും പൈസയും കൊടുത്ത് ഇത്രയും ഇതായിട്ടും സാധനം ഇതൊരു രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ടിറങ്ങുമ്പം ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുമായിട്ടാണ് പുറത്തോട്ടിറങ്ങണേ. അയ്യോ വയ്യ, ലൂസുള്ള ഡ്രസ്സ് നോക്കി ഇപ്പോൾ ഇതേ കിട്ടിയുള്ളൂ. പക്ഷേ ഇത് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം പീരീഡ്സ് ടൈമിൽ പീരീഡ്സ് ടൈമിൽ ടൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ജീൻസോ അല്ലെങ്കിൽ ലെഗിൻസോ അതിലിങ്ങനത്തെ വേറെ ഏതെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ വയറ് ഭയങ്കര ടൈറ്റ് ആകുമ്പോൾ കുഞ്ഞൊരു ചെറിയൊരു ഫൈബ്രോയിഡ് ഉള്ളിലുണ്ട്. അതൊക്കെ വരാൻ തുടങ്ങിയ ശേഷം നമുക്കായിട്ടൊന്ന് ജീവിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയത്. അയ്യോ കൂടിപ്പോയ ഒരു 10-40 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഈ അടിച്ച് പൊളിക്കുന്നൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ തള്ള വൈബിലോട്ട് പോവോ പൊന്നു? ഞാൻ പൊന്നുവിന്റെ ക്യാരക്ടർ വെച്ചിരിക്കും ബാ. പക്ഷെ ഇതിൽ വന്നപ്പോൾ 2 കളറായില്ലേ. നീ ഇത് എവിടെ പോ? നീ കയ്യിൽ പിന്നെ എന്താ ഇടാൻ പോകുന്നേ? കൈ ചെയിൻ ഇടാൻ പോയിരിക്കുന്നു. അപ്പം നമ്മ പോയിട്ട് വരട്ടെ. അന്ന് പണയം വയ്ക്കുന്ന സമയത്ത് പൊന്നോന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇങ്ങോട്ട് എടുത്തത്. മാർക്കൊക്കെ വരട്ടെ, എന്നിട്ട് പൊന്നോൻ എന്ത് മേടിക്കണ്ട എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മ പോയിട്ട് വരാം. വയ്യ കൂടുതൽ സംസാരിക്കണം, ഒന്നിനും വയ്യ. ഈ ഉറക്കം പ്രശ്നം.